ഞാൻ ചോദിക്കാം, ജീവനല്ലേ, റൂഹല്ലേ, ജീവനല്ലേ, ആത്മാവല്ലേ അള്ളാഹു? ഏ നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം, ഒറ്റ വെള്ളം അല്ലേ, അടിയിൽ തീ കത്തിക്കണം, കല്ല് വെച്ച് തീ കത്തിക്കണം, തീ കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, ജ്വലിച്ചുകൊണ്ടേയിരിക്കും തീ. ആ തീയുടെ സ്വഭാവം ആ വെള്ളത്തിലേക്ക് പകരുക. ആ വെള്ളം ചൂടാവും. ചൂടുള്ളത് തീക്കല്ലേ, ചൂട്. ആ തീ വെള്ളത്തിലേക്ക് പകരുകയാണ് അല്ലേ, ചെന്ന് ചേരുകയാണ്. അപ്പം വെള്ളം ചൂടാവും. അങ്ങനെ കൂടുതൽ കത്തി വരുമ്പോൾ വെള്ളം തിളക്കും. വെള്ളം തിളക്കുമ്പോൾ തുള്ളിച്ചാടും. ജീവനായില്ലേ വെള്ളത്തിനെന്തായി? വെള്ളത്തിന് ജീവനുണ്ടായി. നിശ്ചലമായ വെള്ളത്തിന് ജീവനുണ്ടായി. ജീവൻ ഇതിലൂടെ വന്ന് തീയാണ് ആ വെള്ളത്തിന് ജീവൻ നൽകിയത് അല്ലേ. അപ്പൊ നിശ്ചലമായ വെള്ളം തീയെ പോലെ പ്രസരിച്ച് ജ്വലിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ തീ ജീവനല്ലേ? അതാണ് ജ്യോതി എന്ന് പറഞ്ഞത്. ജ്യോതി കത്തി ജ്വലിച്ചുകൊണ്ട് ഒന്നായിട്ട് പുള്ളി ആയതാവും. ആ വെള്ളം, തടച്ച വെള്ളം ചിന്തിയാൽ ഒന്നായിട്ട് പൊക്കളിട്ടിട്ട് പോയത്. അപ്പോൾ നിശ്ചലമായ വെള്ളത്തിനെ ജീവൻ നൽകി അതിനെ പ്രവർത്തിപ്പിച്ച്, നിങ്ങളൊരു കുക്കറിലോ ഒരു പാത്രത്തിലോ തീ കത്തിച്ച് അതിൽ മാംസം ഇട്ടാലും വേവിക്കാൻ വേണ്ടിയിട്ട് ചിന്ന ഭിന്നം ആവുന്ന വരെ നിങ്ങൾക്ക് അതിനെ കത്തിച്ച് ചിന്ന ഭിന്നമാക്കി കളയും. അത് തീ. പാർസികൾ തീയെ ആരാധിക്കുന്നു. പാർസികൾ തീയെ ആരാധിക്കുന്നു. തീ എന്താന്നാ മനസ്സിലാക്കി? ജ്യോതി എന്നൊക്കെ പറഞ്ഞത് ജ്വാലക്കാണ്. അഗ്നിയിൽ നല്ല ജ്വാല ഉണ്ടാവുക. അഗ്നി തീ മോനെ ജീവനാണ്. ജ്വാല ഉണ്ടാവുന്ന തീയല്ലേ, ജീവനാണ്. അല്ല വെള്ളത്തിന് ജീവൻ നൽകിയേ അല്ലേ. ആ തീ എവിടുന്നുണ്ടായി? ആ ജീവനായ തീ എവിടുന്നാ ഉണ്ടാവുന്നത്? എവിടുന്നാ തീ ഉണ്ടാവുന്നത്? നമ്മൾ വേറെ വിഷയമുള്ളത്, നമ്മൾ ഇവിടെ ലായിലായില്ല അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ കുറേ ഖുർആൻ ഓതി അർത്ഥം തീർത്ത്, ദിവസവും 10 അർത്ഥവും തീർത്ത്, കുറേ ഉപനിഷത്തുകളും രാമരാമാന്നൊക്കെ ആയി ഗ്രന്ഥങ്ങളെല്ലാം കുറേ ദിവസം വായിച്ചു പോയതുകൊണ്ട് നമുക്ക് അറിവുണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ദൈവദർശകൻ ആ ഗീതയും ഉപനിഷത്തും ഖുർആനും പറയുന്നത് തന്നെ, അതിലെ കാണിക്കുന്ന തന്നെ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരുന്നത്. നിങ്ങൾ ജീവിതം മുഴുവൻ എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് നോക്കിയാൽ ദൈവത്തെ കാണാനോ ദൈവത്തെ കിട്ടാനോ കഴിയില്ല. പലവരും അനവധി ഗ്രന്ഥങ്ങൾ പഠിച്ച് കാണാപ്പാടാക്കിയ ആളുകൾ വരാറുണ്ട്. അവർക്ക് ഇവിടുന്ന് ദൈവത്തെ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് അറിയിച്ച് ബോധ്യപ്പെട്ടിക്കൊണ്ട് അപ്പോൾ അവർ പറയും, ബാബ ഗീതയിൽ ഇന്ന മാത്രം പറഞ്ഞ ബാബ ഈ പറയുന്നത്, ഉപനിഷത്ത് ഇന്ന മാത്രം പറയുന്ന ബാബ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു കാണപ്പാട് പഠിച്ചാണ്, പക്ഷെ സംഗതി കിട്ടിയിട്ടില്ല. അതാണ് ഇവിടുന്ന് വരുമ്പോൾ അതിനെടുത്ത് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴേ അവർ ഗീത കാണുന്നുള്ളൂ, അപ്പോഴേ ഉപനിഷത്ത് കാണുന്നുള്ളൂ, അപ്പോഴേ ഖുർആൻ കാണുന്നുള്ളൂ. അപ്പൊ അതെല്ലാം ഈ ഉപനിഷത്തും ഗീതയും ഖുർആനുള്ള പറഞ്ഞവനാരാ? ദൃശ്യമായി വന്ന ദൈവസ്വരൂപനായ, ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി രൂപാന്തരത്തിലൂടെ കണ്ടറിഞ്ഞ് ബോധ്യമായി അവനായിരിക്കുന്ന, പ്രപഞ്ചനാഥനായിരിക്കുന്ന അവനാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ ഉപനിഷത്തിലൂടെ ഈശ്വരമായ തപസ്സിലൂടെ ആ ദൈവികമായി തീർന്നവൻ, ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ. അവിടെ പിന്നെ ശിർക്കില്ല, അശുദ്ധിയില്ല, മായയില്ല. അവൻ ദൈവമായിരിക്കുന്നവൻ. അവനാണോ ഗ്രന്ഥങ്ങളിലൂടെ ഈ ജനതക്ക് വാക്കാൽ പറയുകയും അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞു. കലാം എന്ന് പറഞ്ഞ വചനമാണ്. ഏതല്ലാൻ്റെ? റസൂൽ അള്ളാഹുവിൻ്റെ, മുഹമ്മദ് റസൂൽ അള്ളാഹുവിൻ്റെ കലാം. ആ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. അല്ല നിങ്ങൾ വിചാരിച്ച അദൃശ്യതയിൽ ഒന്നല്ല ഖുർആൻ. ഈ ദൃശ്യമായ ശരീരത്തെ സ്വരൂപത്തെ സൃഷ്ടിക്കുകയും ഇതിൽ പ്രവേശിക്കൊണ്ട് ഇതിലൂടെ വെളിവാവുകയും ചെയ്ത ആ അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ വെളിവായ ഖുർആൻ.